ഓ പ്രാരാബ്ധക്കുറിപ്പായിരുന്നു. ഇനിയിപ്പോ ദാരിദ്ര്യം പറഞ്ഞ് നക്കിത്തരം കാണിച്ച സുരേഷ് ഒത്തിരി കാലം സുരേഷിനെ കണ്ടിട്ട്. അതെ, ഒത്തിരി കാലമായി. മെഡിക്കൽ കോളേജ് മരണമായിട്ട് മല്ലിട്ട് കിടന്നതിന് ശേഷം വീണ്ടും പാമ്പിനെ പിടിക്കാൻ ഇറങ്ങിയോ? എന്തൊരു ചളിയാടോ, ചളിവാരിയൊക്കെ തെറിപ്പിക്കുവോ? പാമ്പ് കടിച്ചാല് ഉപ്പുവെള്ളം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഉപ്പുവെള്ളം കുടിച്ചാൽ മതി എന്നാണ് സുരേഷ് പറഞ്ഞു. അതെ അതെ അതെ. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും, ഇപ്പൊ ഈശി പൂശോടാ. പൊക്കിളും ചുറ്റും കഫം കെട്ടുമ്പോൾ ആ കഫം പുറത്തേക്ക് കളയാനായിട്ട് ഉപ്പുവെള്ളം കുടിക്കുന്ന സേവിച്ചിരുന്നു എന്ന് കൃത്യമായിട്ട് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. പാമ്പ് കടിച്ചാല് ആന്റി സ്നേക്ക് വെനം അല്ലാതെ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ വേറൊരു മറുമരുന്നില്ല അതിന്. പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. അത് ഒന്നുകിൽ വൈദ്യന്മാർ കൊടുക്കുന്ന മരുന്നുകൾ വിജയിക്കുന്നത് അത് ഒന്നുകിൽ ഡ്രൈ ബൈറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ പാമ്പ് കടിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. ഇല്ല, സിദ്ധ മണ്ഡലത്തിലാണ്. ഇതുവരെ ഇല്ല. മോഡേൺ മെഡിസിൻ ആന്റിവെനം കണ്ടെത്തിയിട്ട് എത്ര വർഷമായെന്നൂടെ പറയും. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഒരു മിനിറ്റ് നമ്മുടെ പാലോട് എന്താ പറയുക, നമ്മുടെ ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്ക് എന്താ പറയുക ദേശീയ പുരസ്കാരം കൊടുത്തു. എന്താണ് പത്മശ്രീ കൊടുത്തത്? എന്തിനാ കൊടുത്തത്? പാമ്പുകളെ ചികിത്സിച്ച് 369 പേരെ രക്ഷിച്ചതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്തത്. നല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അതായത് ഈ സർപ്പ ലൈസൻസ് എന്താണെന്നാണ് നിങ്ങളുടെ ചോദ്യം. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ലൈസൻസ് എന്ന് പറയുന്നത് ഒരു സർട്ടിഫിക്കേഷൻ ആണ് വനം വകുപ്പിന്റെ. ഓണറുടെ പേരെന്താ? ആപ്പിൽ ആരെ പേരിലാ? ജോസ് ലൂയിസ്. അല്ല, തെറ്റിദ്ധാരണയാണ്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. വേറൊരു വേരിയന്റ് അല്ലെങ്കിൽ വേറൊരു വെർഷൻ നമ്മുടെ ആസാം അല്ലെങ്കിൽ മഹാരാഷ്ട്ര, ഒറീസ, തമിഴ്നാട്. നിന്റെ ഈ ഡയലോഗ് ഒന്നും ഇവിടെ വേണ്ട, അവിടെ മതി. തമിഴ്നാട്ടിൽ സർപ്പട്ടി എന്ന് പറഞ്ഞു. മാറ്റി വിജയിക്കുമ്പോൾ സർപ്പയ്ക്ക് വിൽക്കാൻ വേണ്ടി എഗ്രിമെന്റ് ആയിട്ടുണ്ട്. ഈ ബാബ സുരേഷ് ആണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആദ്യ കാലങ്ങളിൽ പാമ്പ് പിടിക്കാൻ 100% ഞാൻ യോജിക്കുന്നു. എന്നിട്ട് ഈ പകുതി പഠിച്ചിട്ട് പോയ ആളാണ് ഇപ്പൊ മൊത്തം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ബാബാ സുരേഷിനെ തെറി പറയുന്നത്. പഠിപ്പിച്ച ഗുരുവിനെ തന്നെ ആദ്യം ചവിട്ടിട്ട് വേണം. അതാണ് ആദ്യം ചെയ്തത്. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? സെർപ്പ ആപ്പ് വന്നതിന് ശേഷം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അംഗീകാരമുള്ള കമ്മിറ്റിയാണ് സെർപ്പ ഗൈഡ് ലൈൻ കമ്മിറ്റി. എന്താ ഷൈട്ട് പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണം. ആ കമ്മിറ്റിയിലെ മാസ്റ്റർ ട്രെയിനേഴ്സിനെ ആരെങ്കിലും ഒരാളെ ബാബാ സുരേഷ് പാമ്പ് പിടിക്കാൻ പഠിപ്പിച്ചു എന്ന് തെളിയിക്കാൻ പറ്റുമോ? ഈ ചുമ്മാ ഒരു തമാശ പറയാതെ. ഇത് വലിയ തമാശയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ട് വനം വകുപ്പിലെ അന്നത്തെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജയൻ ചിറ്റാർ ആ ടീമിന് റാന്നിയിൽ ആറാട്ടിയിൽ വെച്ച് ഞാൻ ട്രെയിനിങ് കൊടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ആണ് കാണിക്കുന്നത്. ഒരു കാര്യം കൂടെ നമുക്കറിയുണ്ട്. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വിഷം കുടിക്കുക. നിങ്ങൾ അതുകൊണ്ട് എന്ത് വിദ്യാഭ്യാസമാണ് മെസ്സേജ് എന്താണ്? എന്ത് കുടിക്കാന്ന് കേട്ടില്ല. കൊണ്ട് പൊതുജനത്തിന് കൊടുക്കുന്ന ഒരു ഇതെന്താണ്? എനിക്ക് പറയാനുള്ളത് ഞാൻ എവിടെയും വെട്ടി തുറന്ന് പറയും. 10 വയസ്സുടെ പണിയെടുക്കാനുള്ള അഭിപ്രായം എനിക്കെന്തിനാണ്? നമ്മള് ബൈ ചാൻസിൽ ഇപ്പൊ നമ്മള് ഒരു കിണറ്റില് പാമ്പ് വീണാൽ കിണറ്റിൽ വെള്ളം ഉപയോഗിക്കാത്ത ആൾക്കാർ ധാരാളമുണ്ട്. കിണറ്റ് മൂടുന്ന സംഭവങ്ങൾ ഒരുപാട് ഞാൻ വേണേ കാണിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ അഥവാ നമ്മുടെ ശരീരത്തിൽ അതിനു വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ഈ വനം കൊണ്ട് വെള്ളം കിണറ്റി ഒഴിച്ചിട്ട് കാണിക്കാൻ പറ്റും. വേറൊരു സ്ഥലത്ത് നിന്ന് പിടിക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കാണിക്കാൻ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് ഉണ്ടാക്കിയ ആളല്ല ഡ്രൈവർ. നല്ല ഡ്രൈവർ അല്ല, ഏറ്റവും കൂടുതൽ കടി മേടിച്ച ആളല്ല ഏറ്റവും നല്ല പാമ്പ് പിടുത്തക്കാരൻ. അപ്പൊ നിങ്ങളിപ്പോ ട്രെയിനിങ് കൊടുത്ത് പാമ്പ് ഇടി കേട്ടവരെയൊക്കെ മോശം എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളിപ്പോ കൊടുത്തവർക്ക് 100 പേർക്ക് 5 വർഷം കടി കിട്ടി. അവരെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? അവരെയൊക്കെ നിങ്ങൾ അങ്ങ് അടിച്ചു കേരളത്തിൽ നിന്ന് പോകാൻ പറയോ? ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ഒരു കയ്യബദ്ധം നാറ്റുകരുത്.